ജയിച്ചാലും തോറ്റാലും അക്രമം തുടരും. കണ്ണൂർ ജില്ലയിൽ പാനൂർ പയ്യന്നൂർ മേഖലകളിലാണ് സംഘർഷം വ്യാപകം. പയ്യന്നൂർ നഗരസഭ കാറമ്മൽ വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് അടിച്ചു തകർത്തത്. ഇന്നലെ വിജയാഘോഷത്തിനിടെ CPM പ്രവർത്തകർ സംഘടിച്ചെത്തിയായിരുന്നു അക്രമം. ഓഫീസിനുള്ളിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടികൾ റോഡിലിട്ട് കത്തിച്ചു. രാമന്തളിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാത്മാ മന്ദിരത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് നേരെയും അക്രമമുണ്ടായി. പയ്യന്നൂർ നഗരസഭയിലെ കാനായ് വാർഡിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. സുരേഷിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയാണ് അക്രമമുണ്ടായത്. സംഭവങ്ങൾക്ക് പിന്നിൽ CPM എന്ന് കോൺഗ്രസ് ആരോപിച്ചു. പുഞ്ചക്കാട് BJP പ്രവർത്തകൻ വിജേഷിന്റെ വീടിന് മുന്നിൽ റീത്തുവെച്ചു. ഇന്നലെ പാനൂർ പാറാട് വടിവാൾ വീശി അക്രമം നടത്തിയ CPM പ്രവർത്തകർക്കെതിരെ പാനൂർ പോലീസ് കേസെടുത്തു. 60ഓളം പേർക്കെതിരെയാണ് കേസ്. മമ്പറത്ത് വോട്ടെടുപ്പിന് പിറ്റേ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും ബൂത്ത് ഏജന്റിനെയും മർദ്ദിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകർ അറസ്റ്റിലായി. ശ്രീജിത്ത്, രൂപേഷ്, രഞ്ജിത്ത്, ഫാസിൽ എന്നിവരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കടലുണ്ടിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM BJP സംഘർഷമുണ്ടായി. ഇരുവിഭാഗവും കൊടികളും കൊടികെട്ടിയ വടികളും ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുകയായിരുന്നു. വിവിധ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുത്തു.